കഴിഞ്ഞ തിങ്കളാഴ്ച കൊല്ലം ജില്ലയിലെ അഞ്ചാലുമൂട് അഥവാ നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ജബ്രയേൽ എന്ന് പറയുന്ന ഒരു അതിഥി തൊഴിലാളി വൈകുന്നേരം അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയുള്ള ഭക്ഷണവുമായി തൻ്റെ ജോലിസ്ഥലത്തേക്ക് വന്നു. ജോലി ആരംഭിച്ചു. വലിയ വലിയ വണ്ടികളിൽ മണ്ണ് കൊണ്ടുവരുമ്പോൾ അതിന് വഴി കാണിച്ചു കൊടുത്ത്, പ്രത്യേകിച്ച് രാത്രിയിൽ ഇരുളാണ്, ഇന്ന ഭാഗത്തേക്ക് തട്ടണമെന്ന് വഴി കാണിച്ചു കൊടുക്കുന്ന മുഹമ്മദ് ജബ്രയേൽ എന്ന ബീഹാർ സ്വദേശിയായ സഹോദരൻ രാത്രിയുടെ ഇരുളിൽ ഡ്രൈവർക്ക് എന്താണ് എന്ന് കാണാൻ കഴിയാതെ ഈ ശക്തമായ മണ്ണ് മുഹമ്മദ് ജബ്രയേലിൻ്റെ പുറത്തേക്കാണ് ആ മണ്ണ് വീണത്. ഡ്രൈവർ അറിഞ്ഞില്ല. 65 വെയിറ്റുള്ള ആ സഹോദരൻ്റെ പുറത്ത് വലിയ ആ ലോറിയിൽ മണ്ണ് വീണ് കഴിഞ്ഞപ്പോൾ ആ ശരീരം നിശ്ചലമായി. വീണ്ടും ആ മണ്ണ് ഫില്ല് ചെയ്യുകയും ആ മണ്ണിനെ നിരപ്പാക്കുന്ന അടുത്ത ഒരു വാഹനം വന്ന് ഈ സഹോദരൻ്റെ മയ്യത്തിൻ്റെ പുറത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിറങ്ങി. അതിഥി തൊഴിലാളികളായ ആ കൂട്ടുകാർ തൻ്റെ റൂമിലേക്ക് തൻ്റെ സഹയാത്രികനായ സഹോദരൻ കാണാതെ വന്നപ്പോൾ അവർ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് പാതിരാവിലെ ആ മനുഷ്യൻ്റെ കൈയുടെ ഒരു ഭാഗം കിട്ടുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നാം ആലോചിക്കേണ്ടത്, നാം ഓരോരുത്തരുടെയും ജനന തീയതി നമുക്കൊക്കെയും അറിയാം. എന്നാണ്, എവിടെ വച്ചാണ്, ഏത് സാഹചര്യത്തിലാണ് മരണപ്പെട്ടു പോകുന്നതെന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഹസ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹ. അല്ലാഹുവേ, മുഴുവൻ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളുടെ ആഖിബത്തിനെ, അവസാന സമയം അല്ലാഹുവേ നീ നന്നാക്കി തരണമേ എന്ന് റബ്ബിനോട് നാം നിരന്തരം പ്രാർത്ഥിക്കണം. എന്നാൽ 10, 60, 70 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതല്ല. ഈ ലോകത്തുനിന്ന് സത്യവിശ്വാസികളെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് വലാ തമൂതുന്ന ഇല്ലാ വ അന്തും മുസ്ലിമൂൻ. ഈ ലോകത്തു നിന്ന് വിശ്വാസികളായിക്കൊണ്ടല്ലാതെ, അഥവാ റബ്ബിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ, വിശ്വാസത്തിൽ ഒരിക്കലും അക്രമം കലർത്താതെ മുവഹിദുകളായി